ഇവിടെ ഇലാഹ് എന്നുള്ള പദപ്രയോഗം വിട്ടു എന്നാണ് പറഞ്ഞത്. ആരെ വിളിച്ചാലും എന്ന് പറഞ്ഞ് കാര്യകാരണ ബന്ധത്തിന് അതീതമായിക്കൊണ്ട് ആരെ വിളിച്ചാലും ആ വിളിക്കണോട് കൂടി തന്നെ അവിടെ അയാളെ ഇലാഹ് ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇലാഹ് എന്ന് പ്രത്യേകം നമ്മളവിടെ പറയേണ്ട ആവശ്യമില്ല. നബി നിങ്ങളെങ്ങാനും ഷിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുന്നു. ആരാ? നബിൻ്റെ അമല് പൊളിയെങ്കിൽ നമ്മളെയൊക്കെ അവസ്ഥ എന്താ? പിന്നെ നബിയുടെ പ്രാർത്ഥന കാണാം, അള്ളാഹുവെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഷിർക്ക് സംഭവിക്കുന്നുണ്ട്, ഇതിൻ്റെ കാവൽ തേടിയിട്ടുണ്ട്. അതാ ഇബ്രാഹിം നബി ഖാലിക്കാണെന്നുള്ള വിശ്വാസം കൊണ്ടല്ല ഇബ്രാഹിം നബിനോട് തോരുന്നത്, ഇസ്മായിൽ നബി ഖാലിക്കാണെന്ന വിശ്വാസത്തോടെയല്ല തോരുന്നത്. എന്നിട്ടും ആ പ്രാർത്ഥനയെ അള്ളാഹു ഷിർക്കായിക്കൊണ്ട് തന്നെയാണ് പരിചയപ്പെടുത്തിയത്. പിന്നെ മംഗലാപുരം എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുഖാമുഖം നടക്കുകയുണ്ടായി. അതിൽ ബഹുമാനനായ മാലിക് സലഫി അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ബേസിൽ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു എന്ന് ഒരു മുസ്ലിയാർ പറയുകയും അത് വിശദീകരിക്കുകയുമാണ്. നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോരാം. ഇത് അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു അല്ലാത്തവർ ആരെ വിളിച്ചാലും അത് ആരെ വിളിച്ചാലും ലാ ബുർഹാന ലഹു ബിഹി, അവനത് തെളിവില്ലാന്ന് അള്ളാഹു പറഞ്ഞാൽ പിന്നെ അള്ളാഹിനെ വെല്ലുവിളിക്കാൻ നമ്മളായിട്ടില്ലല്ലോ. ഷബീസലോ, ഈ ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾ കൂടിയാണ്. എന്താണ് ഇവിടെ ഈ ക്ലിപ്പിൽ അദ്ദേഹത്തിൻ്റെ എന്ത് ദുർവ്യാഖ്യാനമാണ് ചെയ്തത് എന്നാണ് വിശദീകരിച്ചത്? ഇതിൽ യാതൊരു ദുർവ്യാഖ്യാനവും മാലിക് സലഫി നടത്തിയിട്ടില്ല. അതേസമയത്ത് ഒരു മുസ്ലിയാർ ദുർവ്യാഖ്യാനം നടത്തി അവിടെ ഇലാഹ് എന്നുള്ള പദം കട്ടു എന്നൊക്കെയുള്ള രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടൊരു ക്ലിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. സത്യത്തിൽ മുസ്ലിയാർക്ക് അത് അങ്ങനെ തോന്നാനുള്ള കാരണം മഹാനായ ഇമാം അബുൽ ഹസൻ അഷ്അരി റഹിമഹുല്ല ഒഴിവാക്കിപ്പോയൊരു ബാണ്ടുണ്ട്. ആ ബാണ്ട മൂപ്പര് തോളിൽ ഏറ്റിയതുകൊണ്ട് മൂപ്പർക്ക് തോന്നിയൊരു പ്രശ്നമാണത്. കാരണം അദ്ദേഹം ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇബാന എഴുതി അദ്ദേഹം അഹ്ലുസുന്നയുടെ അഖീദയിലേക്ക് തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ പോയാലും വേണ്ടില്ല, ഞങ്ങളത് വിടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ചൂഷണ വിഭാഗം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ അങ്ങനെ അത് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഈ അഷ്അരികളുടെ വാദപ്രകാരം ഒരാൾ ഇലാഹാകണമെങ്കിൽ, അതായത് ഒരാളോട് ചോദിക്കുന്ന ചോദ്യം അത് ആയാൽ മാത്രമേ അയാൾ ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുള്ളൂ എന്നാണ്. അപ്പോൾ ഇലാഹ ആകണമെങ്കിൽ എന്താ നിബന്ധന എന്നാണ്. അപ്പോൾ അയാൾ അത് സ്വയം ഉണ്ടാക്കി തരുന്നു, അയാളത് സ്വയം സൃഷ്ടിക്കുന്നു, അയാൾ റബ്ബാണെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ എന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ദുനിയാവിൽ ശിർക്ക് എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ മക്ക മുശ്രിക്കുകൾ വരെ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇത് ഞാൻ വെറുതെ പറയേണ്ടതല്ല. അപ്പോൾ ഇയാൾ ആ ബുദ്ധി വെച്ചാണ്ട് ആലോചിച്ചതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഇലാഹ് എന്നുള്ള പദപ്രയോഗം വിട്ടു എന്നാണ് പറഞ്ഞത്. ആരെ വിളിച്ചാലും എന്ന് പറഞ്ഞ് കാര്യകാരണ ബന്ധത്തിന് അതീതമായിക്കൊണ്ട് ആരെ വിളിച്ചാലും ആ വിളിക്കണോട് കൂടി തന്നെ അവിടെ അയാളെ ഇലാഹ് ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇലാഹ് എന്ന് പ്രത്യേകം നമ്മളവിടെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ലുഖ്മാനിൽ പറയുന്നത് കാണാൻ പറ്റും. വല ഇൻ സഅൽതുഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന അല്ലാഹ്. മക്ക മുശ്രിക്കുകളോട് ചോദിക്കാൻ പറയുന്നത് നബിയോട് എന്താ പറഞ്ഞത്? വല ഇൻ സഅൽതുഹും, അങ്ങ് നബിയെ വല ഇൻ സഅൽതുഹും, നീ അവരോട് ചോദിച്ചാൽ മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതാരാണ്? ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹു ആണ്. അപ്പോൾ ആകാശഭൂമികളുടെ ഖാലിഖ് അള്ളാഹു ആണെന്ന വിശ്വാസം ആർക്കുണ്ട്? മക്ക മുശ്രിക്കുകൾക്കുണ്ട്. അല്ലാതെ ഇബ്രാഹിം നബി ഖാലിഖാണെന്നുള്ള വിശ്വാസം കൊണ്ടല്ല ഇബ്രാഹിം നബിനോട് തോരുന്നത്, ഇസ്മായിൽ നബി ഖാലിഖാണെന്ന വിശ്വാസത്തോടെയല്ല തോരുന്നത്. എന്നിട്ടും ആ പ്രാർത്ഥനയെ അള്ളാഹു ശിർക്കായിക്കൊണ്ട് തന്നെയാണ് പരിചയപ്പെടുത്തിയത്. മനസ്സിലാകണ്ടല്ലോ. ഇതേപോലെ തന്നെ സൂറത്തു സുമറിൽ അല്ലാഹ് പറയുന്നു, വലഇൻ സഅൽതുഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ് കുൽ അഫറഅയ്തും മാ തദ്ഉന മിൻ ദൂനില്ലാഹ്. എന്നിട്ട് അടുത്ത ചോദ്യം, കുൽ നബിയെ അങ്ങ് ചോദിക്കുക, അഫറഅയ്തും മാ തദ്ഉന മിൻ ദൂനില്ലാഹ്. ഇവരെ വർത്തമാന പ്രകാരം ഈ മൗലവി പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് പയച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ തോൽക്കാന്ന് എങ്ങനെ പറയാം? ഇസ്തിഗാസ നടത്താന്നല്ലേ പറയണ്ടേ? കാരണം എന്താ വെച്ചാൽ ഖാലിഖാണെന്നുള്ള വിശ്വാസം, അള്ളാണ് ഖാലിഖ്. അള്ളാഹ് ഖാലിഖായിരിക്കുക എങ്ങനെയാണ് അള്ളാഹ്ക്ക് പുറമേയുള്ള ആളുകളോട് പ്രാർത്ഥിക്കാന്ന് ഇവരെ കുറിച്ച് അള്ളാഹ് പ്രയോഗിക്കുക? കാരണം ഈ മുസ്ലിയാർ പറഞ്ഞ കണക്കിനും അല്ലെങ്കിൽ അഷ്അരികൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ ആയത്തിൻ്റെ തെറ്റാണ്. കാരണം അങ്ങനെ അർത്ഥം പറയാൻ പറ്റില്ല. എന്നിട്ട് മാത്രമല്ല
അള്ളാഹ് വീണ്ടും ചോദിക്കുകയാണ്, അവർക്ക് വല്ല പ്രയാസങ്ങളും അള്ളാഹ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവരെ കൊണ്ട് കഴിയുമോ? അതിൻ്റെ നിരർത്ഥകത കൃത്യമായി ബോധ്യപ്പെടുത്താണ്. സൂറത്തു സുഹ്റുഫിൽ തന്നെ അള്ളാഹ് വീണ്ടും പറയുന്നത് കാണല്ലേ, ഇൻസ അൽത്തുഹും മൻ ഖലഖ സമാവാതി വൽ അർദ് ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം. അസീസും അലീമുമായിട്ടുള്ളവനാണ് അവയെ സൃഷ്ടിച്ചത് എന്ന് അവർ പറയുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ അള്ളാഹു ഖാലിഖാണ്, അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് അവർ വിശ്വസിച്ചിട്ടും അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ, അവർ അള്ളാഹു അല്ലാത്തവരോട് കാര്യകാരണ ബന്ധത്തിന് അതീതമായി സഹായം തേടിയപ്പോൾ ഈ പറഞ്ഞ മുസ്ലിയാരുടെ വിശ്വാസപ്രകാരമാണെങ്കിൽ അതൊന്നും എന്തല്ല, പ്രാർത്ഥന അല്ല, അതൊക്കെ ഒരു വെറും തേട്ടം മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. മാലിക് സലഫി ഇതിന് സലഫികൾ നൽകിയ അഥവാ സലഫുകൾ നൽകിയ സഹാബത്തും താബികളും തബൂ താബികളൊക്കെ ഏത് വ്യാഖ്യാനമാണോ നൽകിയത് ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആശയം പറഞ്ഞു എന്നുള്ളൂ. ആശയം പറഞ്ഞു. ആ ആശയത്തിൽ എന്താണ്, യാതൊരു കോട്ടിമാട്ടലും ഇല്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം തന്നെ കോട്ടിമാട്ടിയത് ഇത്തരം അശ്അരികളും അവരെ പിന്തുടരുന്ന ആളുകളുമാണ് എന്നുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്നതാണ്. എത്രത്തോളം വല ഇൻ സഅൽതുഹും മൻ ഖലഖ സമാവാതി വൽ അർദ് വസഖറ ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. മുദബ്ബിറുൽ ആലം വരെ അള്ളാഹ്ണെന്നാണ് ഓല വിശ്വാസം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടത്തിനെക്കാട്ടി മെച്ചം ഓലാണ്. കാരണം ഓല അയിമെന്ന് പിടുത്തം വിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഉള്ള കഴിവ് കൊടുത്ത കഴിവ് എന്നൊക്കെ പറയേണ്ടത് ഇതിമെന്നാണ്. അപ്പോൾ അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ട് ഒരാളോട് നമ്മൾ എന്ത് തേടിയാലും അത് അയാളെ നമ്മൾ ഇലാഹാക്കലാണ്. തേടാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ മതി. എന്നാൽ തന്നെ എന്തായി, അയാളെ നമ്മൾ ഇലാഹാക്കി. ഇനി അയാൾ ഇനിയിപ്പോൾ ഇലാഹി നമ്മൾ വേറെ ആക്കണ്ട. അയാൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന വിശ്വസിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. സൃഷ്ടിക്കാൻ കഴിവുള്ളവനായിട്ട് ലോകത്തൊരാളേ ഉള്ളൂ, അത് അല്ലാഹ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കുദറത്ത് നൽകിയ ആ കുദറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ളവരൊക്കെ സൃഷ്ടിക്കേണ്ടത്. അള്ളാഹു എന്താക്കുന്നു. അതുകൊണ്ടാണ് ഖാലിഖ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമമായിക്കൊണ്ടും അള്ളാഹുവിൻ്റെ വിശേഷണമായിക്കൊണ്ടൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദുർവ്യാഖ്യാനിച്ചത് എന്താണ് മാലിക് സലഫി അല്ല, മൗലവിയാണെന്നുള്ളതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അതിൽ സംഭവം എന്താ വെച്ചാൽ മണിക്കൂറുകളോളം നീണ്ട മുഖാമുഖം അവിടെ കുറേ മൗലവിമാർ വന്നു, പലതും എന്താണ് ദുർവ്യാഖ്യാനിക്കാൻ നോക്കി. ഇമാം റാസിൻ്റെ പേരിൽ വരെ കളവ് പറയാൻ ശ്രമിച്ചു. അത് പിടികൂടിയപ്പോൾ ഒന്നും പറയാൻ കഴിയാതെ നീച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അവിടെ വന്ന സാധാരണക്കാരിൽ നല്ല വിഭാഗം ആളുകളും സത്യം എന്താണെന്ന് മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ ശേഷം അവിടെ പല ആളുകളും വന്നു പോയിട്ട് പോലും അവർക്കൊന്നും പറയുവാൻ പ്രമാണബദ്ധമായിക്കൊണ്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ആ നാട്ടുകാരുടെ തന്നെ വിലയിരുത്തലാണെന്നാണ് ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും അദ്ദേഹം ആ ക്ലിപ്പ് ഇട്ടല്ലോ, ആ ക്ലിപ്പ് കണ്ട ആളുകളൊക്കെ മുഖാമുഖം മുഴുവനൊന്ന് കണ്ടാൽ ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറഞ്ഞതും അതുപോലെ തന്നെ മുഖാമുഖത്തിൽ നടന്നതും നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്നാണ് അല്ലാഹു അഅലം. തീർച്ചയായിട്ടും ഈ മുഖാമുഖങ്ങൾ പിന്നെ എല്ലാവർക്കും ഹിദായത്ത് നൽകാനൊരു അവസരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഷമീർ മുണ്ടേരി, നമ്മൾ പലപ്പോഴും നിർഭയത്വം തൗഹീദിലൂടെ എന്ന നമ്മളെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതുമായി വിഷയമായി ബന്ധപ്പെട്ടാണ് ഈ മുഖാമുഖങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ നമ്മുടെ നാടും നമ്മുടെ സമൂഹവും നമ്മുടെ രാജ്യവുമൊക്കെ മറ്റൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പരിഹസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. നിങ്ങൾക്കൊക്കെ ഇപ്പോഴും ഈ ഒരു ആളുകൾക്കിടയിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ ഈ തൗഹീദും ശിർക്കും മാത്രം പറഞ്ഞിങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. സത്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ തൗഹീദ് ഇങ്ങനെ പറയാനും ശിർക്കിനെതിരെ പ്രചരണം നടത്താനുമുള്ള കാരണമെന്ന് നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. ശരിക്കും നമ്മൾ ഈ മുഖാമുഖം കഴിഞ്ഞപ്പോഴേ അള്ളാഹുവിനെ നമ്മൾ കുറേ സ്തുതിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ മുസ്ലിയാരെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു പഠിച്ചൊരു ഹിക്കുമത്ത് ഉണ്ടാകും തോന്നുക. അത് കുറേ ആളുകളിലേക്ക് ഇത് എത്തണമല്ലോ. നമ്മൾ തൗഹീദാണ് പറയണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയങ്കര ഒരു കുറേ ആളുകളുള്ള കൂട്ടായ്മ എന്നല്ല, ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കുറേ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ഹിക്കുമത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ആളുകൾ നിർത്താണ്ട് അങ്ങനെ എത്തട്ടെ, കുറേ ആളുകളിലേക്ക് എത്തട്ടെ. എന്തായാലും ഷബീസലേ പറഞ്ഞ പോലെ തന്നെ പരമാവധി ആളുകൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ മംഗലാപുരത്ത് വെച്ച് നടന്ന മുഖാമുഖം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ള ഒന്നാമത്തെ ഒരു പോയിന്റ് പറയാനുള്ളത്. രണ്ട്, നമ്മളെന്തുകൊണ്ട് ഈ തൗഹീദും ഷിർക്കും പറയുന്നത്? നിങ്ങളിപ്പോഴും ഈ പഴയ എന്താ പറയുക 6-ാം നൂറ്റാണ്ടിലാണ് അല്ലെങ്കിൽ ഇരുട്ടിൽ ജീവിക്കുന്നവരാണെന്നൊക്കെയാണ് നമ്മൾ ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 5 പോയിന്റുകൾ മാത്രം പറയാം.
അപ്പോൾ ഇതിൽ അദ്ദേഹം ഷിർക്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളെന്തിനാണ് ഷിർക്കിനെതിരെ ഈ നിരന്തരം സംസാരിക്കുന്നത് ചോദിച്ചാൽ, ഒന്ന് അള്ളാഹു ഏറ്റവും വലിയ അക്രമമാണ് എന്ന് പഠിപ്പിച്ച പാപമാണ് ഷിർക്ക്. ഇപ്പോൾ ലുക്മാൻ അൽ ഹക്കീം അദ്ദേഹം മകന് നൽകുന്ന ഉപദേശത്തിൽ യാ ബുനയ്യ എന്ന് വിളിച്ച് അദ്ദേഹം നൽകുന്ന ഉപദേശത്തിൽ ഒരു ഭാഗം എന്താ, ഇന്ന ഷിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ പാപമാണ്, ഗൗരവമുള്ള പാപമായിക്കൊണ്ടാണ് ഷിർക്കിനെ എന്ത് ചെയ്യുന്നത് അദ്ദേഹം പരിചയപ്പെടുത്തുക. അപ്പോൾ അങ്ങനത്തെ ഒരു പാപം സമൂഹത്തിൽ വ്യാപിക്കുന്നത് കാണും, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ വേര് പിടിച്ച് വളരുന്നത് കാണുമ്പോൾ മിണ്ടാതിരിക്കുക എന്നൊരു മുസ്ലിമിന് എന്തല്ല സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ശക്തമായി എന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 48-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ഷിർക്ക്. ഇന്ന അല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, പടച്ചവൻ ഒരിക്കലും പൊറുക്കൂല എന്നാണ്. ഷിർക്കല്ലാത്ത പാപങ്ങളൊക്കെ പടച്ചവൻ എന്ത് ചെയ്യും, പുറത്തു തരും. ഷിർക്ക് പൊറുക്കൂല എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പാപം ഉണ്ടാകുമ്പോൾ നമ്മളതിനെതിരെ ശബ്ദിക്കണ്ടേ, അത് ആളുകൾ ബോധ്യപ്പെടുത്തണ്ടേ. ആ ദൗത്യമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാലങ്ങളായി പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യതാണ്. ഇനി ലോകം അവസാനിക്കുവോളം വിശ്വാസികളായ ആളുകൾ നിർവഹിക്കേണ്ട ദൗത്യം ഇതാണ്. അതേപോലെ തന്നെ വേറെ നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പറഞ്ഞൊരു കാര്യം, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, നബിയെ നിങ്ങളെങ്ങാനും ഷിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുന്നു. ആരാ? നബിൻ്റെ അമല് പൊളിയെങ്കിൽ. അപ്പം നമ്മളെയൊക്കെ അവസ്ഥ എന്താ? നബിയുടെ പ്രാർത്ഥന കാണാം, അള്ളാഹുവെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഷിർക്ക് സംഭവിക്കുന്നത് ഇതിൻ്റെ കാവൽ തേടിയിട്ടുണ്ട്. മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് അവർ പ്രതീക്ഷിക്കാത്തൊക്കെ വഴികളിലൂടെ ഷിർക്ക് വരാം. നമ്മൾ വിചാരിക്കാത്ത വാചകങ്ങളിൽ വരുന്ന ഷിർക്കുണ്ട്, ഷിർക്കിൻ്റെ പ്രവൃത്തികളുണ്ട്, ഷിർക്ക് പല ഇനങ്ങളുണ്ട്. അപ്പോൾ അത് നിരന്തരം പഠിപ്പിക്കൽ ആവശ്യമാണ്. ഉമർ അള്ളാഹ് പറഞ്ഞു, ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്തവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമിൻ്റെ വെളിച്ചറിയാൻ. അതേപോലെ തന്നെ ഷിർക്ക് ശരിക്കും എന്ത് ചെയ്യണം, നമ്മൾ ഷിർക്ക് ഇന്നതെന്ന് മനസ്സിലാക്കിയാലാണ് അതിന് അകന്ന് നിൽക്കുക. അപ്പം നമ്മളിൽ പല ആൾക്കാർക്കും ചെയ്യുന്ന കാര്യങ്ങൾ ഷിർക്കാണ് എന്നറിയില്ല. ഷിർക്ക് ഇപ്പോൾ ഇന്ന് നമ്മളെ ക്യാമ്പയിൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ക്യാമ്പയിൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ മണ്ഡലത്തിൽ ഇന്നാണ് സന്ദേശ പ്രയാണുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മൾ പുറത്തിറക്കി ലഘുലേഖ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെ നിന്നൊരു കടക്കാരൻ ചോദിക്കണം, നിങ്ങൾ ഔലിയപ്പാപ്പാരൊന്നും വിളിക്കാത്ത ആൾക്കാരല്ലേ, നിങ്ങൾ ശരിയല്ല എന്നുള്ളതാണ്. ചെറിയ കുട്ടികളാണ്. അപ്പോൾ എൻ്റെ മോനടക്കമുള്ള ചെറിയ കുട്ടികളെ പോയിന്. അപ്പോൾ അവരോട് പറഞ്ഞ്, നിങ്ങൾ നേർച്ചയില്ലാത്ത ആൾക്കാരാണ്, നിങ്ങൾ ശരിയല്ല എന്നുള്ള. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ അജ്ഞതയാണ്, അവർക്ക് അറിയില്ല എന്താണ് ഇസ്ലാമിലെ നേർച്ച എന്നറിയില്ല, എന്താണ് പ്രാർത്ഥന എന്നറിയില്ല, ഒരു കാര്യം എപ്പോഴാണ് ഷിർക്കാകുക എന്നറിയില്ല. ഇത് ഭയങ്കര അപകടമുള്ള വിഷയമാണ്. അപ്പോൾ ആ ഷിർക്ക് സംഭവിച്ചാൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നാളെ അള്ളാഹുവിനെ കാണുക. അള്ളാഹിനെ കാണണമെങ്കിൽ എന്ത് വേണം, സ്വർഗം കിട്ടണ്ടേ. സ്വർഗം നിഷിദ്ധമാക്കുന്ന പാപമാണ് ഇത്, ഷിർക്ക് എന്നുള്ളത്. പിന്നെ അതിനപ്പുറം എന്താ, ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ പോയിന്റുകൾ കൊണ്ട് തന്നെ നമ്മളിത് ഉറക്കം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ആരൊക്കെ എതിർത്താലും ശരി, നമ്മൾ ഉറക്കം തൂങ്ങിയാലാണെന്നോ അല്ലെങ്കിൽ കാലത്തിൻ്റെ ചുമരെഴുത്ത് അങ്ങനെ എന്ത് ആക്ഷേപം പറഞ്ഞാലും ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ച ഏറ്റവും വലിയ പാപത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഷിർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അയാളൊരു ആത്മീയമായിക്കൊണ്ട് പരാജയപ്പെട്ട ആളാണ്. അയാൾ മനസ്സിൽ ശരിക്കും സമാധാനം ഉണ്ടാവില്ല. ഒരു ബഹുദൈവ വിശ്വാസികൾ ശരിക്കും ഒരു പൂർണ്ണ സമാധാനത്തോടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ജീവിക്കാം. അവരുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാകും, അരക്ഷിതാവസ്ഥ ഉണ്ടാകും. ഇതൊക്കെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചെന്ന കാര്യം. അതുകൊണ്ട് തന്നെ നിർഭയനായി ജീവിക്കണമെങ്കിൽ നമ്മുടെ മുദ്രാവാക്യം തന്നെ നമ്മളിപ്പം മുന്നോട്ട് വെച്ച പ്രമേയം എന്താ, നിർഭയത്വം തൗഹീദിലൂടെ എന്നുള്ള. നിർഭയത്വം തൗഹീദിലൂടെ ഒരു മനുഷ്യൻ്റെ രണ്ട് ലോകത്തും, ഇഹലോകത്തും പരലോകത്തും നിർഭയനാകാനുള്ള വഴി അവൻ ഏകനായ പടച്ചവനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അത് പഠിപ്പിക്കാനാണ് നബിമാർ വന്നത്. ആ സന്ദേശം ഉൾക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പൂർണ്ണ മുവഹീദുകളായി തൗഹീദുള്ള ആൾക്കാരായിട്ട് നമ്മൾ ജീവിക്കുക. ഷിർക്കിൽ നിന്ന്, ഷിർക്ക് വരുന്ന വഴികളിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ അകന്ന് നിൽക്കുക. നസീഹത്തോടു കൂടെ, ആരോടും നമുക്ക് പകല്ല. അപ്പോൾ നമ്മൾ ഈ പ്രൂഫ് പോയിന്റ് നടത്തുന്നൊക്കെ ആളുകൾ, സമൂഹം കുറേ ആളുകൾ ഈ പ്രമാണങ്ങളെ വളച്ചൊടിച്ച് തെറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് പാടില്ല എന്ന് വളരെ നസീഹത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയാറുള്ളത്. വാചകങ്ങളിലേറാതെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥതയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഷിർക്കുകളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള 2 വാക്കുകൾ മാത്രം. അത് ബാക്കിയുള്ളവരുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നശ്വരമായ ദുനിയാവിലെ പ്രശ്നങ്ങൾ മാത്രമാണ്. നമ്മൾ അജണ്ട ഏറ്റെടുത്തിട്ടുള്ള ശാശ്വതമായ പരലോകത്തെ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദുനിയാവിൽ എന്ത് നേടിയാലും അതൊക്കെ നഷ്ടപ്പെടാനുള്ളതാണ്. അതേസമയത്ത് പരലോകത്ത് നഷ്ടപ്പെട്ടാൽ ഒന്നും നേടിയെടുക്കാൻ പിന്നീട് വകുപ്പുണ്ടാവുകയില്ല എന്നതുകൊണ്ട് സമൂഹത്തിനോടുള്ള യഥാർത്ഥ ഇഷ്ടവും സ്നേഹവുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്ന ഒറ്റ വാക്കുകൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.
ഇവിടെ കൃത്യമായി പറഞ്ഞു വെച്ചതിൻ്റെ ആകത്തുകയിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോക മോക്ഷമാണ്, സ്വർഗ്ഗം നേടലാണ്. അതിന് തൗഹീദാണ് വേണ്ടത്. ശിർക്ക് കടന്നു വരാതിരിക്കുക എന്നുള്ള പറഞ്ഞത് ഇവിടെ അത് ഉൾക്കൊള്ളുക, നാം തിരിച്ചറിയുക, പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.